അല്ല അച്ഛനെ എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. അതും ഒരു മാതാവുമായിട്ട് ബന്ധപ്പെട്ട് അത് കോനിക്കര പള്ളിയിലത്തെ കേസാണ്. അതൊക്കെ വായിച്ചിട്ടുണ്ടാ പിടിക്കും. എൻ്റെ പുസ്തകം ഇതിൻ്റെ മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല അച്ഛനെ ഈ പുസ്തകങ്ങളെ കുറിച്ച് പറയണം. അതിനു മുമ്പ് ഈ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റാതെ അതൊന്ന് പറഞ്ഞു വെച്ചാൽ പ്രേക്ഷകർക്ക് അതൊരു വലിയൊരു അനുഭവമായിരിക്കും. അതായത് ഞാൻ മരത്താക്കര പള്ളി വികാരി. അതിൻ്റെ ഒരു സ്റ്റേഷൻ ആയിട്ട് ഒരു കൊച്ചു കപ്പളി ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു പള്ളിക്കുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അത്ര ആളുകളൊക്കെ ഇത് വലിയ ഇടവക 1981 വീടാണ്ടുണ്ട്. അപ്പോൾ ആ വശം കോനിക്കര ഭാഗത്ത് ഒരു ഇടവക തിരിക്കണം എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അവിടെ ഞാൻ ഈ കപ്പേള അവിടെ നിർത്തിയിട്ട് അതിന് നേരെ ഒരു വലിയൊരു എന്താണ് ഒരു ഷെഡ് പോലെ ഓട് തെങ്ങിൻ്റെ കഴുക്കോലൊക്കെ ഇട്ടിട്ട് തൽക്കാലം ഒരു പള്ളി പോലെ അവിടെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നോക്കി വന്നപ്പോൾ അവിടെ രൂപം നല്ലൊരു രൂപം വെക്കാനായിട്ട് ഇല്ല. കുഞ്ഞു രൂപമാണ്. അപ്പോൾ ആ നേരത്ത് ഒരു പഞ്ചസാര കച്ചവടക്കാരനാണ് ആള്, ഫ്രാൻസിസ് എന്നാണ് അയാളുടെ പേര് ഇപ്പം പറഞ്ഞു. അയാളൊക്കെ മരിച്ചുപോയി. അയാളാണ് മണലൂർ പള്ളിയിൽ മഠത്തിൽ ഒരു മരം കൊണ്ട് ഒരു നല്ല ആൾത്താരെയൊക്കെ ഉണ്ടാക്കി അതിലൊരു രൂപം വെച്ചിട്ടുണ്ട്, ഫാത്തിമാതാൻ്റെ രൂപം. അപ്പോൾ ആ കോൺവെൻറ്റുകാർക്ക് അത് പോരാ, കുറച്ചുകൂടി മനോഹരമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ഇതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് പോരാത്തത് എനിക്ക് വലുതാണ്, എനിക്ക് വലുതായിട്ട് തോന്നി. ഞാൻ പറഞ്ഞപ്പോൾ അതും തന്നെ എനിക്ക് തരുമോയെന്ന് ചോദിച്ചു സിസ്റ്റേഴ്സിനോട്. അച്ഛൻ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു, ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. ഇന്നൊക്കെ നല്ല വില വരും മരം കൊണ്ട് ഈ ആൾത്താരൊക്കെ മണ്ണു ഡെക്കറേറ്റ് ചെയ്ത് വലിയൊരു ആൾത്താരം പോലെ രസമായിട്ടുള്ള മുന്തിരി വള്ളിയൊക്കെ ആയിട്ടുള്ളതാണ്. ഞാനതൊക്കെ കുടിച്ച് ഞാൻ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് വണ്ടി വിളിച്ച ഒരു ലോറി, മനോഹരമായിട്ട് വലിയൊരു ലോറിയാണ്. അതിൽ ലോറിയൊക്കെ വിളിച്ച് ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്ത് മാതാവിനെയൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഞാൻ ഒരു കന്യാസ്വാമി ഞങ്ങൾക്ക് കാപ്പിയൊക്കെ തന്നു. ഞങ്ങൾ 10-15 പേര് പോയിട്ടുണ്ട്. ഇതൊക്കെ പിടിക്കണ്ടേ, ആഘോഷം അല്ല മാത്രമല്ല രൂപമൊക്കെ പിടിക്കണ്ടേ ലോറിയിൽ വെച്ച്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കല്ലേ 3 ആൾക്കല്ലേ ലോറിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവരും കാപ്പിയൊക്കെ തന്ന്, സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, കാപ്പിയൊക്കെ തന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി എന്നെ പോവാ. എന്നിട്ട് താക്കോല് കൊടുത്ത് ഇയാള് താക്കോലിട്ട് തിരിച്ചപ്പോൾ വണ്ടി എന്നാ ചെയ്താലും വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ ഇവൻ പഠിച്ച പണി, അവന് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തിഞ്ഞപ്പോൾ എന്താ ഇങ്ങോട്ട് ഉന്തി നോക്കി, എന്നിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടി സ്റ്റാർട്ടാക്കാന്ന് പറയില്ലേ, അതൊക്കെ നോക്കി എല്ലാം പഠിച്ച പണി 18 നോക്കി, വണ്ടി സ്റ്റാർട്ടാവണില്ല. അപ്പോഴാണ് ഒരു മാമ കന്യാസ്ത്രീ ഇത് കഴിഞ്ഞ് അല്ല ഇത് ഇപ്പോൾ എന്താ നിങ്ങൾ ഇത് കൊണ്ടുപോകണില്ലേ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കിരീടം, മാതാവിൻ്റെ കിരീടം കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് അയ്യോ പിന്നെ മാതാവ്. അപ്പം ഞങ്ങളിത് രൂപം എടുത്തേക്കുന്ന നേരത്തെ ആ കിരീടം നീക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവിന് കിരീടം ഇല്ലാണ്ട് പിന്നെ എങ്ങനെയാ അയ്യോ ഞാൻ കൊണ്ടുപോകാൻ അങ്ങനെ എന്നാൽ ഇതും കൂടി കൊണ്ടൊക്കെ തന്നു. ഞങ്ങളങ്ങനെ മാതാവിൻ്റെ തലയിലെ കിരീടം വെച്ചു. ഇനി ഞാൻ തന്നെ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ കൂടെ അടുത്ത് നിന്നു, ലോറിയിൽ നിന്നു. ബാക്കിയുള്ളവരൊക്കെ അടുത്തുണ്ട്, ലോറിയിലുണ്ട്. ഞാൻ ക്യാബിലേക്ക് പോയില്ല എന്ന് മാത്രം, പോയില്ല. ഡ്രൈവറെ കണ്ടു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം പോയില്ല. അതൊരു അത്ഭുത മാതാവ് എന്നാണ് ഞാൻ കൊടുത്ത പേര്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ദൈവാനുഭവങ്ങളുടെ ഘോഷയാത്ര. അതിപ്പോ ഇതുവരെ അതുപോലെ അത്രയും ലവിങ്ങും നമ്മളോട് ചേർന്ന് ചിന്തിക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. നിയമാവർത്തനത്തിൽ പറയുന്ന പോലെ നമ്മൾ വിളിക്കുമ്പോ ഒന്ന് വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്ന് സൂചിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്ന് കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഇനി അങ്ങനെയാണ് ആ പാട്ട് ആദ്യം ഞാനിവിടെ തൃശ്ശൂർ രൂപതയിൽ കൊണ്ടുവന്ന് ഇറക്കിയത് ഞാനാണ്. ഇവിടെ പീറ്റർ ചേരാനെല്ലൂർ നല്ലൊരു ഗായകനും കൂടിയാണ്. പീറ്റർ ചേരാനെല്ലൂരിൻ്റെ പാട്ടാണെന്ന് കൊണ്ടത് എറണാകുളത്തെ.
അപ്പം അച്ഛനൊരു ഈ അഭിനേതാവ് മാത്രമല്ല ഒരു ഗായകനും കൂടെയാണ്. സെമിനാറിലൊക്കെ ആയിരുമ്പോൾ ഞാൻ ഗായകസംഘത്തിലുണ്ടായിരുന്നു. അല്ല, ഇപ്പം ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് അച്ഛൻ്റെ അത്തരത്തിലുള്ള കഴിവുകളെക്കുറിച്ചും കൂടെ പ്രേക്ഷകരോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആയിരിക്കും. പ്രത്യേകിച്ചും നാടകം, അതേപോലെ തന്നെ പുസ്തക രചന, അതുപോലെ തന്നെ അഭിനയം, ഗാനം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം അച്ഛാ. അതായത് എനിക്കത് പറയാൻ വാക്കുകളില്ല. തമ്പുരാൻ എന്നെ സ്നേഹിച്ചതുപോലെ വേറെ ആരെയും ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ബോധ്യമാണ് മാത്യൂസിന് പോലും ഇല്ല എന്നാ എൻ്റെ തോന്നല്. അത്രമാത്രം അതിനനുസരിച്ച് ഞാൻ തമ്പുരാന് പ്രതിസ്നേഹം നൽകിയോ എന്ന് ചോദിച്ചാൽ ഉവ്വ് എന്ന് 100% എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയത എന്ന് പറയുന്നത്. അതായത് മറ്റെല്ലാവരേക്കാൾ അധികമായിട്ട് ഈശോ എന്നെയാണ് സ്നേഹിക്കുന്നത്, എൻ്റെ യോഗ്യത നോക്കാതെ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുകയും അതിൽ നിന്ന് വരുന്നൊരു നന്ദിയോടുകൂടി ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റി, അല്ലേ അച്ഛാ? തീർച്ചയായിട്ടും കൈവിടില്ല. അത്ര പിന്നെയും പുസ്തകങ്ങൾ, നാടകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതിന് ഞാൻ 2 നാടകമാണ് എഴുതിയിരിക്കുന്നത്. ഒരു നാടകം ഇവിടെ മനുഷ്യരുണ്ടോ എന്നുള്ളതാണ്. മറ്റേ നാടകത്തിന്റെ പേര് അത് കുറച്ച് ആദ്യം അത് അങ്ങനെ ഇതായിട്ട് അഭിനയിക്കൊന്നുമില്ല. ഞങ്ങളുടെ ടെമ്പസ്റ്റ് മാസികയിലൂടെ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചുള്ളൂ. അത് അഭിനയിക്കാൻ പറ്റില്ല. ഇത് ഒരു 5-10 സ്ഥലത്ത് അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനും ഞാൻ അഭിനയിച്ചില്ല. ഇല്ല, ബാക്കിയുള്ളവരെ ഇപ്പം മുണ്ടൂരൊക്കെ അവര് പറയും അച്ഛൻ്റെ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും അവരെല്ലാ കൊല്ലം ഓരോ നാടകം അഭിനയിക്കും. അപ്പോൾ ആദ്യം നാടകം പണി തുടങ്ങിയത് ഞാനായിട്ടാണ്. അപ്പോൾ എൻ്റെ പേര് അവിടെ എപ്പോഴും അത് ആ പത്രത്തിലുണ്ടാവും. ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ എല്ലാ നാടകത്തിലും ഞാൻ അഭിനയിക്കാറുണ്ട്. അച്ഛൻ്റെ വർത്തമാനത്തിൽ തന്നെ ഞാനൊരു സിമ്പിൾ മനുഷ്യനാണ്. പക്ഷെ എനിക്ക് ആ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ വളരാൻ പറ്റുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. വളരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്പിരിച്വാലിറ്റി ഇത്തരമുള്ള മാത്യൂസേ, ബി സിൻസിയർ. സിൻസിയറിൻ്റെ പിന്നാലെ വരുന്നതാണ് ബി സിമ്പിൾ, ബി ഹംബിൾ, ബി നോബിൾ, ദെൻ യു വിൽ ബി ഏബിൾ ഫോർ എവറിഥിങ്. ബി സിമ്പിൾ, ഹംബിൾ, നോബിൾ, ഏബിൾ ഒരു സീക്വൻസ് ആണ്. ആ വാക്കുകൾ നമുക്ക് കളയാൻ പറ്റില്ല. മലയാള സിനിമയിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഞ്ച് ഡയലോഗുണ്ട്, സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്നത്. അതാണ് ഇപ്പം ഓർമ്മിച്ചത്. അപ്പം അതാണ് അത് കൈമുതലാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ദേഹം ഉണ്ടല്ലോ, ഇത് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അതുകൊണ്ട് നിങ്ങൾ വിജ്ഞാനത്തിൽ വളരണം, ശരീരം സജീവ ബലിയായി സമർപ്പിക്കണം. അപ്പോൾ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയാണെന്ന് തന്നെ. ഈ ശരീരം കൊണ്ടായിട്ട് പിടിച്ച് പിഴിഞ്ഞാലേ ഷർഷറിങ്ങോട്ട് വീഴണം. എന്ത്? ഗ്രേസ്, വരപ്രസാദം ഇങ്ങോട്ട് വീഴണം. വരപ്രസാദം ഇങ്ങോട്ട് വീഴണം. അതുപോലെ നിറയ്ക്കണം നമ്മുടെ ഈ ശരീരമാകുന്ന തോൽ ബാഗ്. പൗലോസ്ലീഹ പറഞ്ഞത് മൺകുടന്നാണ് നിധി ഒളിപ്പിച്ച്, വിശുദ്ധിയാകുന്ന നിധി അതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു പറയും. അത് തെറ്റല്ല. ഞാനിതൊരു തോൽക്കൂടായിട്ട് കണക്കാക്കണമെന്ന് മാത്രം. ഇത് തോലല്ല ഇവിടെ കാണുന്നത്. ഈ ആത്മീയ ചിന്തകളൊക്കെ അച്ഛൻ എഴുതി വെച്ചിട്ടില്ലേ? പുസ്തകങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ കണ്ടിട്ടുള്ള ചിന്തകളായിട്ട് ഞാൻ അടക്കി വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ആൾത്താരയിലെ പരിശുദ്ധ കുർബാനയിൽ കിട്ടുന്നതാ. ഞാനത് ചോദിക്കാനായിട്ടിരുന്ന അച്ഛൻ്റെ പ്രാർത്ഥനാനുഭവം. എൻ്റെ പ്രാർത്ഥനാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അമ്മാടം പള്ളിയിൽ ഞാൻ വികാരിയായിട്ട് ചെല്ലുമ്പോൾ 36 പേരാണ് ഞങ്ങളുടെ പ്രതിനിധി യോഗത്തിലെ അംഗങ്ങൾ. 36 പേരിലെ അത് 2 ടീമാണ്. 2 ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൊച്ചച്ഛനും ഒരു ടീം, ബാക്കി 34 പേരും ഒരു ടീം. എന്ത് ചെയ്യാൻ പറ്റുമോ? മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ബറ്റാലിയൻ വരും. ഇവിടെ വേറെ ഒന്നും നടക്കില്ലടോ, ഡാ പോടോന്നൊക്കെ വിളിക്കും അങ്ങനെ. അപ്പം ഞാൻ എന്ത് ചെയ്യും? പിതാവിൻ്റെ മുത്തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് യോഗ അവസാനിപ്പിച്ച് പോവുക. അങ്ങനെ അവിടെ നിന്ന് യോഗ അവസാനിപ്പിച്ചിട്ട് പോവുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നടന്നു. എന്നെ പറഞ്ഞാലും ഏഷ്യനില്ല. ഞാൻ എൻ്റെ
തൊങ്കുടി പിതാവിനോട്, അന്ന് തൊങ്കുടി പിതാവാ, തൊങ്കുടി പിതാവിനോട് പറഞ്ഞു, പിതാവേ എനിക്കവിടെ ശരിയാവണില്ല, 3 മാസമായി ഇപ്പോൾ, എനിക്കൊരു മാറ്റം തന്നേക്ക്. ആ എന്നാ മോശമാണോ, ആ മാട് മോശമാണോ? ഞാൻ പറഞ്ഞു എനിക്കറിയാം മേല എന്നൊക്കെ അങ്ങോട്ടും പറഞ്ഞു. ഏതായാലും നോക്കാവേ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 മാസം കൊണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു മാറ്റം തരുന്നില്ല. അപ്പോൾ വീണ്ടും ചെന്ന് ചോദിച്ചു, അതെന്നാ അമ്മാടെ മോശമാണോ? അല്ലല്ലോ, ഞാൻ അന്വേഷിച്ചല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോഴും നടപ്പുള്ള കാര്യമില്ല എന്ന് മനസ്സിലായി. ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ ഒരു തീരുമാനത്തെടുത്തു. ഇറപ്പായി കുട്ടി എന്നാണ് ആ കപ്പേരുടെ പേര്. അവൻ താക്കോല് 8:30 ആകുമ്പോൾ 8 മണിക്ക് മണി അടിച്ചിട്ട് 8 കാലാകുമ്പോഴേക്കും ഞങ്ങളുടെ ജനലേമ്മ കൊണ്ടുവന്ന് കൊളുത്തിട്ടിട്ട് അങ്ങോട്ട് പോകും. ഒരു 10 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. എല്ലാവരും ഉറക്കമായിൻ്റെ. അപ്പം ഞാൻ ഈ താക്കോലും പിടിച്ച്, ഒരു പഴയ പള്ളിയാണ്, താക്കോൽ ഇത്ര നേരമുണ്ട്, അതെടുത്തിട്ട് ചെന്ന് വാതിൽ തുറന്ന് ആ സക്രാരിയുടെ അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്ന് ആ ആൾത്താരമ്മ ചെന്ന് കമന്ന് കിടക്കും. ആ കൽത്താരമ്മ ഇങ്ങനെ കിടന്ന് സക്രാരിയുടെ മുമ്പിൽ തന്നെ കിടന്ന് കുറെ കരയും. ഞാൻ അതിപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനാലിറ്റിക്ക് വരികയാണെങ്കിൽ ഞാനിപ്പോഴും പൊട്ടിക്കരയും. അങ്ങനെ അവിടെ കിടന്ന് കരഞ്ഞ് കുറെ കരഞ്ഞ് എന്താ ഇതിങ്ങനെ, എന്തിനാണ് എന്നെ അങ്ങോട്ട് വിട്ടത്, നിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ വികാരിയാണ്, പകരക്കാരനാണ്, നിന്റെ പകരക്കാരനാണ് എന്ന് ചോദിച്ച് കർത്താവിനോട് ഇങ്ങനെ കരഞ്ഞ് കുറേ കഴിയുമ്പോൾ ഞാൻ ആകെ തളരും. അപ്പോൾ ആ നിന്ന് പ്രാർത്ഥിച്ചോടെ തന്നെ അവിടെ ഇപ്പോൾ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ കുർബാന തന്നെ, ആ കാർപ്പറ്റ് അവിടെ നിന്ന് ഞാൻ കിടന്നുറങ്ങും. ഞാൻ അവിടെ കിടക്കും. അവിടെ കിടന്നുറങ്ങി ഒന്നുറങ്ങി ഒരു ഉറക്കം കഴിയുമ്പോൾ എഴുന്നേറ്റ് ഇത് പള്ളിയുണ്ടല്ലോ അല്ലേ, വേഗം എഴുന്നേറ്റ് കർത്താവിൻ്റെ അവിടെ ചെന്ന് അവിടെ നിന്നിട്ട് ആ ആൾത്താരമ്മ കമന്നിരുന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ച് 2-3 ദിവസം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച്, ഒരു ദിവസം നമ്മുടെ അച്ഛൻ പറയണതാണല്ലോ ശരി, നമ്മൾ പറഞ്ഞത് ശരിയല്ലല്ലോ, നമ്മുടെ നിലപാട് ശരിയല്ല കേട്ടാ. പിന്നെ ജോഷി മാഷോട് പറഞ്ഞു, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു സെറ്റുണ്ട്, അവരോടൊക്കെ ചെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒരു ടീമായി. അപ്പോൾ എൻ്റെ ടീമിലേക്ക് ആളായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാരണന്മാർ മുഴുവനും ചെറുപ്പക്കാർ മുഴുവനും ഒരു ടീമായപ്പോൾ കാരണന്മാർ തന്നെ അങ്ങോട്ട് അടികൊന്നു. എന്തിനേറെ പറയണു, ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും എല്ലാവരും എൻ്റെ പക്ഷത്തായി. പ്രേക്ഷകരോട് ഒരു ദൂതി സമയം. ഇത് ഒരു വികാരിയച്ഛൻ തൻ്റെ ഹൃദയഭാരം മുഴുവനും കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ ഇറക്കി വെച്ചു. അപ്പോൾ കർത്താവ് ഇടപെട്ട ഒരു രീതിയാണ് ഇത്. ഒരു പള്ളിയിലെ പ്രശ്നത്തിന് മാത്രമല്ല, ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പുറപ്പാടിൽ ഒരു വചനമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. 14:14. അപ്പോൾ അത് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ അനുഭവിക്കുന്ന അല്ലേ. അപ്പം ശരിക്കും ഒരു പ്രതിസന്ധിയിലൂടെ ദൈവം കടത്തിവിടുന്നത് ഇപ്പം നല്ലതാ എന്ന് മാത്രമല്ല, ഈ ഒരു വിശ്വാസമല്ലേ നമുക്ക് വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുന്നത്. ജീവിക്കുന്ന സാക്ഷിയായിട്ട് മാറുക അച്ഛൻ. ശരിക്കും ഞാൻ 4 കൊല്ലം അവിടെ ഇരുന്നു എന്നുള്ളതാണ്. 3 മാസം കൊണ്ട് വേർത്താനാ ഞാൻ. പ്ലീസ് എന്നെ ഒന്ന് ഒഴിവാക്കി തായോ എന്ന് പറഞ്ഞതാ. 2 പ്രാവശ്യം പറഞ്ഞു. അതെ അതെ. എന്നിട്ട് ഞാൻ അവിടെ എന്നെ 4 കൊല്ലം ഇരിക്കുകയാണ്. അവിടെ ഒരു പ്ലസ് ടു പണിയാനായിട്ട് നോക്കിയപ്പോൾ അവരുടെ വിഷമം എന്താണെന്നറിയാമോ, +2 പണിയാൻ അവരെല്ലാം കൊടുക്കണം. +2 ആദ്യമായിട്ട് ഞങ്ങൾക്ക് അനുവദിച്ചു, തൃശ്ശൂർ രൂപതയിൽ ആദ്യമായിട്ട് അനുവദിച്ച് കിട്ടിയ ഞങ്ങൾക്ക് അമ്മാടെ പള്ളിയിലിരിക്കാം. ഒരു 10 പൈസയില്ല, എങ്ങനെയാ +2 പണിയാ. അങ്ങനെ പൈസയൊക്കെ പിന്നെ അപ്പോൾ പിതാവ് പറഞ്ഞു, ഓരോരുത്തരുടെ നിന്നും 4 ലക്ഷം രൂപ വെച്ച് മേടിച്ചോ, അത് അവർക്ക് കൊടുക്കണം. 20 കൊല്ലം കഴിയുമ്പോൾ അവിടെ തിരിച്ചു കൊടുക്കും. അപ്പം അതിനുള്ള സംഖ്യ ഒരു 60,000 രൂപ ഇന്ന് ബാങ്കിലിട്ടാൽ മതി. അപ്പോൾ 4 കൊല്ലം കഴിയുമ്പോൾ അത് 4 ലക്ഷമായി മാറുന്നു. എത്ര സംഖ്യ കണക്ക് പറഞ്ഞു. അങ്ങനെ കണക്ക് നോക്കിയിട്ട് അങ്ങനെയായിട്ട് പിരിച്ചെടുത്തത്
ആ +2 ഞാൻ 400 അടി 420 അടി നീളമുള്ള കെട്ടിടമാണ്, 30 അടി വീതി അതിൻ്റെ വരാന്ത, പിന്നെ അതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റേജ്, ഇത് 3 നില, 3 നില കെട്ടിടം. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നോക്കുമ്പോൾ എന്നും സമരം. അത് ശരി, എന്നും സമരം. അതിൻ്റെ മുമ്പ് പല അച്ഛന്മാരും കണഞ്ഞ് പരിശ്രമിച്ചിട്ട് പറ്റിയിട്ടില്ല. അവിടെ എന്നിട്ട് നോക്കിയപ്പോൾ 9 സൈക്കിൾ ചെയിൻ ഇട്ടിട്ടാണ് പൊട്ടിയിട്ടിരിക്കുന്നത്. ഈ 16 അടി വീതിയുള്ള പടി ഉറക്കടാ, എന്താ പൊട്ടിയിട്ടിരിക്കുന്നത്? ഇന്ന് സമരാച്ചോ സമരാച്ചോ? എന്തിനാ? എന്തിനാണ്ടാ അപ്പം മാറ്റോട് ചോദിക്കാവോ എന്തിനാണ്ടാ നിങ്ങൾക്കറിയില്ലേ? പടി തുറക്കടാ. അങ്ങനെ ആ പടിയുമ്പോൾ 2 ചവിട്ടം അങ്ങോട്ട് ചവിട്ടി. അപ്പോൾ ഈ പടി 16 അടി നീളമുള്ള വീതിയുള്ള പടിയല്ലേ, കിടന്ന് അങ്ങോട്ട് ആകെ ഒലഞ്ഞു. പിള്ളേർ പഠിച്ചു, പിള്ളേർ പഠിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ് കൈ അടിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് കുറച്ച് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് അവിടെ ചായപ്പടിയുടെ അവിടെ, ഒരു 10-15 ആൾ. ഒന്ന് വരെ, നിങ്ങളിവിടെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ചേർക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്. തന്നെ ഇതാണ് സ്കൂളിൻ്റെ സ്വഭാവം. ഇവിടെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻ തരണമെന്നുണ്ടെങ്കിൽ ഇതിന് നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടി വരുന്നു വരെയെന്ന് പറഞ്ഞു. അവരൊക്കെ വന്നപ്പോഴേക്കും ഇവരെല്ലാവരും പേടിച്ചു. അവര് 4 പേര് ഒഴികെ പിന്നിലുള്ളവരൊക്കെ 9 പേരവിടെ നിന്നായിരുന്നേ. 5 പേരും പോയി, ബാക്കി 4 പേരും പിന്നിന്നുള്ളവർ പോയത് ഇപ്പം മുമ്പിലും ഇങ്ങനെ അറിഞ്ഞില്ല. അങ്ങനെ തന്നെ അപ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഹെഡ് മാസ്റ്ററുടെ ഓഫീസിൽ പോയിട്ട് ചെക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. ഇത് ഹെഡ് മാസ്റ്റർ അവിടെ ഗ്രൗണ്ടിൽ നടക്കണ വെച്ചാ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഹെഡ് മാസ്റ്റർ ഓഫീസിൽ പോയിട്ട് ചെക്ക് ചെയ്യണം, രജിസ്റ്റർ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് 2ാമത്തെ തൊട്ട് പടിയുമേ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മറ്റോടൊക്കെ പോയി പടി തുറക്കാനായിട്ട് പടി തുറക്കണമെന്ന്. അങ്ങനെ പടി തുറന്നു. ഒരുത്തങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് എവിടേക്കണ്ടാ പുറത്തേക്ക് പോണേ? അപ്പം പറയാ പുസ്തകമൊക്കെ ഇരിക്കുന്നത് പുറത്താണ് അച്ചോ. അപ്പം ഞാൻ അവൻ്റെ ഷർട്ട് പിടിച്ചിട്ട് ഒരു തിരിച്ചു. നിൻ്റെ പുറത്ത് പുസ്തകമൊന്നുമില്ലല്ലോടാ. പുസ്തകം പുറത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ പുറത്തിരിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, ഞാനൊരു പൊട്ടംകളി കളിച്ച് തന്നെയാണ്. നിന്റെ പുറത്ത് പുസ്തകമൊന്നുമില്ലല്ലോടാ എന്ന് പറഞ്ഞു. കടക്കാ. പിന്നെ വലിയ മര്യാദയുള്ള വാക്കുണ്ടാ പോടാന്ന് വേണ്ടി ഈശോയുടെ കരുണയോടൊപ്പം ഈശോയുടെ ഒരു നീതിബോധം ഉണ്ടല്ലോ. അതാണ്. ഒക്കെ കടന്ന് തള്ളി പുറത്തേക്ക് അതിൻ്റെ അകത്താക്കിക്കൊണ്ടിട്ട് എല്ലാ ക്ലാസ്സിലേക്കാണ് ചെന്നിട്ട് ആരുണ്ട് അവിടുത്തെ സമരക്കാരൻ, ആരുണ്ട് അവിടുത്തെ സമരക്കാരൻ എന്ന് വെച്ചു. ഞാനാണ് ഒരു മൃഗീയ മോഹമൊക്കെ ആകെ ഒരു ഷേപ്പ്ലെസ് ആയി. എനിക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അതൊക്കെ അന്ന് വീഡിയോ പിടിക്കണ്ടായിരുന്നു. ആരുണ്ട് അവിടുത്തെ സമരക്കാരൻ? അപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ക്ലാസ്സിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു. ആ ക്ലാസ്സിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ വരും അച്ഛൻ മാനേജർ ഇപ്പോൾ വരും. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഏതാ പുറത്താണ് കിടക്കണം. അങ്ങനെ ഒരു 9 എണ്ണത്തിനെ പിടിച്ച് പുറത്താക്കി. എങ്ങനെ പുറത്ത് കൊണ്ടു പിന്നെ വിളിച്ചു. ഒരു 2 ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഈ 9 എണ്ണത്തിൻ്റെയും വീട്ടിൽ പോയിട്ട് ഇവരുടെ അച്ഛന്മാരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, പാരൻസിനെ. അപ്പോൾ പോയി അവരെ വിളിച്ച് ഇവരെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് അവർ പാവങ്ങളല്ലേ വന്നിട്ട് ഇരിക്കും, എല്ലാവരും ഇരുത്തി. അവരോട് പാവങ്ങളല്ലേ ഇവരെ ഇവിടെ നിർത്തി, 9 എണ്ണത്തിനെ നിർത്തി. അവർ 9 കാരണന്മാരെ അവിടെ നിർത്തി. ഞാനും മാഷും അവിടെ ഉണ്ട്. എന്താ വേണ്ടത് ഇപ്പോൾ ഇവിടെ തീരുമാനം? ഇവിടുന്ന് എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, എന്ത് തീരുമാനിച്ചാലും. അപ്പോൾ മാഷെ എന്താ വേണ്ടേ? മാഷോട് ചോദിച്ചു. മാഷാണെങ്കിൽ ഒരു പറ്റ പാവാണ്, വായിലും എല്ലാം ചുരുത്ത കടിക്കില്ല. ഒരു പഞ്ച പാവം എന്ന് പറയണ്ടേ. ഞാനാണ് ദുഷ്ടൻ. അതെ, ആളുടെ ഉള്ളിൽ ശരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ആൾ പറഞ്ഞു ഈ 2 എണ്ണത്തിന് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. ഇവിടെ പഠിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ 2 പേരെ പിടിച്ച് പുറത്താക്കാണ്. ബാക്കി 6 പേരിൽ 2 പേരെ, പിന്നെ 2 പേരെ പറഞ്ഞു ഇവർക്ക് 10ാം ക്ലാസ് എഴുതാനൊന്നും അനുവാദമില്ല. ബാക്കി 2 പേർക്ക് 10ാം ക്ലാസ് എഴുതാൻ അനുവാദമുണ്ട്, പക്ഷേ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. എവിടെയും പഠിച്ചോ, ഇവിടെ ഒന്ന് എഴുതാൻ ഞാൻ ചാൻസ് തരാമെന്ന്. അപ്പോൾ 4 ആളുടെ കഴിഞ്ഞു. പിന്നെ ഞാൻ 5 ആളുണ്ട്. 5 ആളുടെ പറഞ്ഞു അവർ കുറച്ചുകൂടി മൈൽഡാണ്. മാഷ് പറഞ്ഞു അവർ പബ്ലിക്കായിട്ട് അപ്പോളജൈസ് ചെയ്താൽ
കയറി അത് പബ്ലിക്കായിട്ട് എന്താ പറയുക, അസംബ്ലിയിൽ ഞാൻ എഴുതി കൊടുക്കും, അതവർ മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട് അത് മതി അങ്ങനെ തീരുമാനിച്ചു. എന്നിട്ട് അവരൊക്കെ അപ്പോൾ തീരുമാനം അങ്ങനെയൊക്കെ ആയല്ലോ. അവസാനം ഞാൻ ഭാഷയോട് പറഞ്ഞു, അടുത്ത അസംബ്ലിയിൽ എന്നെ പറയണ്ട, ആ വടിങ്ങനെ പൊന്തിച്ച് പിടിച്ച് നിന്നാൽ മതി, എന്നിട്ട് അവസാനം നമുക്ക് വേണ്ടി വരുമ്പോൾ അടിച്ചാൽ മതി, പഠിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞല്ലേ, ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കണേന്ന്. ഞാനും അങ്ങനെ തന്നെ, ആള് പാവാന്ന് വിചാരിച്ചാലും ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കണേന്ന്. എന്നവൻ അങ്ങനെ മതി. അവരെ കൊണ്ട് ആ കൊല്ലം മുഴുവനും അപ്പോളജൈസ് ചെയ്യിച്ചില്ല. എല്ലാവരും വളരെ ഭക്തിപൂർവ്വം ദൈവം ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അത് ഇന്ന് അപ്പം അത് 25 കൊല്ലായിരുന്നു, കഴിഞ്ഞ കൊല്ലം 24ാമത്തെ കൊല്ലായിരുന്നു. എന്നെ വിളിച്ചോണ്ട് വേണ്ടായിരുന്നു. പിന്നെ അന്ന് തൊട്ട് അവിടെ സമരം ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് മാത്രമല്ല, അവിടെ സ്കൂളിൽ 100% വിജയമാണ്, 100% വിജയമാണ് സ്കൂളിൽ. ദൈവം തന്ന ഒരു ധൈര്യമാണ് അത് തമ്പുരാൻ്റെ ഇടപെടലാണ് അതൊക്കെ. ഞാനിപ്പം പൊട്ടിക്കരയാത്തതൊക്കെ എന്നെ ദൈവം പിടിച്ചിരുത്തുന്നതുകൊണ്ടാണ്. കാരണം അന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴുള്ള ഒരു വേദനയുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. കാരണം സ്കൂള് എന്തും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ്, തുറക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ, കുഞ്ഞുങ്ങൾക്ക് പഠനം നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പറയുന്നത്, ദൈവം നമുക്കൊരു ശക്തി തന്ന് പ്രവർത്തിക്കുന്ന രീതികൾ, ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, സാമൂഹ്യ പ്രവർത്തനം, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ധാരാളമായിട്ട് അല്ലേ. തീർച്ചയായിട്ടും വേറെ കുറേ ചെയ്തിട്ടുണ്ട് ഇതിന്. എൻ്റെ അനുജൻ്റെ 2 മക്കൾ ഡെഫ് ആൻഡ് ഡംബാണ്. അവരെ അമേരിക്കയിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇവൻ വളരെ റിച്ചാണ്, അവന് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല. പിള്ളേരെയൊക്കെ അമേരിക്കയിലൊക്കെ വിട്ട് പഠിപ്പിച്ചു. മൂത്തവൻ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അതിൽ 3 കുട്ടികളുണ്ട്, അത് നോർമൽ കുട്ടികളാണ്. അവൻ ബാങ്കിലെ മാനേജറാണ് ഇപ്പോൾ, മൂത്ത മകൻ. രണ്ടാമത്തവൻ അച്ഛനാണ്, ഡെഫ് ആൻഡ് ഡംബ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ ഡെഫ് അച്ഛനാണ് ഫാദർ ജോസഫ്. 7 കൊല്ലമായിട്ട് ഈ ഡെഫ് ആൻഡ് ഡംബിൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ തൃശ്ശൂരും എറണാകുളം പിന്നെ പാല, ഓൾ കേരള, ഓൾ ഇന്ത്യ ലെവലിൽ ഈ കുട്ടി ഓടിപ്പോയിട്ട് എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ അച്ഛനാണ്, ഏഷ്യയിലത്തെ 2ാമത്തെ അച്ഛനാണ്. ഏഷ്യയിലെ ആദ്യത്തെ അച്ഛൻ ഫാദർ മിൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഫാദർ മിൻ ഫ്രം സൗത്ത് കൊറിയ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധങ്ങളുണ്ട്. ഈ ഡെഫ് ആൻഡ് ഡംബിന് വേണ്ടിയിട്ട് ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറേ പദ്ധതികളൊക്കെ ഉണ്ട്, ആയോഗ് നമുക്ക് പറഞ്ഞു. അതിൽ 35 ലക്ഷം 36 ലക്ഷം രൂപയുടെ ഹിയറിംഗ് എയ്ഡ്സ് ഞാനായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു 124 പേർക്കായിട്ട്. അല്ല, ഇത് ഒരു ദൂത് പ്രേക്ഷകരോട്, കാരണം ഇതൊരു വികാരിയച്ഛനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സഭയിലൂടെ സന്യസ്തരിലൂടെ ഓരോ കുടുംബങ്ങൾക്കും കിട്ടുന്ന വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ശരിക്കും അച്ഛൻ പറഞ്ഞത്. ഡെഫ് ആൻഡ് ഡംബ് എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ മാതാപിതാക്കന്മാർക്ക് പോലും വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ടീച്ചേഴ്സിനെ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ മിക്കവാറും അവഗണിക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളിൽ ദൈവസ്നേഹം, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാനായിട്ട് സഭ എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും പലരും അറിയുന്നില്ല. ഇപ്പോൾ ഒരു കുഞ്ഞിടവകയിലെ ഒരു വികാരിയച്ഛനിലൂടെ ഇപ്പോൾ 36 ലക്ഷം രൂപയുടെ ഹിയറിംഗ് എയ്ഡുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരവും കൂടിയായി മാറുകയാണ്. അതായത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറണം, അത് ദൈവം എന്നെ ഉപയോഗിക്കണം. ഞാൻ ആദ്യം ഒല്ലൂരാണ് കൊച്ചനായിട്ടിരുന്നത്. അപ്പോൾ ഒല്ലൂർ കൊച്ചനായിട്ടിരിക്കുമ്പോൾ അവിടെ എൻ്റെ ഓൾട്ടർ ബോയ്, അവൻ ഈ കുട്ടിക്ക് മാത്രം വീടില്ല, മറ്റുള്ളവർക്ക് നല്ല ഒല്ലൂരല്ലേ, നല്ല മുതലാളിമാരുടെ കുട്ടികളല്ലേ. അപ്പോൾ ഇവന് വീടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊരു വീട്, ഞങ്ങളെല്ലാവരും കൂടി ഒരു വീടുണ്ടാക്കാൻ 3 മുറികളും പിന്നെ ഒരു സിറ്റ് ഔട്ടും ഒരു അടുക്കളയായിട്ടുള്ള ഒരു 5 അങ്ങനെ ഒരു കഷ്ണമായിട്ടുള്ളൊരു വീടാണ് പണിത് കൊടുത്തത്. അതിൻ്റെ വെഞ്ചരിപ്പ് കൊണ്ടുള്ള വിധാനെ കൊണ്ട് തന്നെ നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെ അച്ഛനായതിനു ശേഷം ആദ്യത്തെ കൊച്ചച്ഛനായിട്ടാണ് ഒല്ലൂർ വരിക. പിന്നെ ഞാൻ ചാലക്കുടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട് പണി എന്ന് പറഞ്ഞാൽ അതൊരു ഈ സോഷ്യൽ വർക്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ റോഡ് വെട്ടാനായിട്ട് ഈ ഒല്ലൂരിൽ നിന്ന്
മരത്താക്കര കഴിഞ്ഞ് തുർക്കൂർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ. അതിൽ ടാറിൻ്റെ പൊടി ഇട്ടിട്ട് 20 കൊല്ലമായി. എന്നിട്ട് ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ച് സമരം പിടിച്ച് ഞാൻ ഏറ്റവും മുമ്പിൽ, അന്ന് ഇനി ബൈക്കാണ്, ഞാൻ മുമ്പിൽ ബൈക്ക്, അതിൻ്റെ പിന്നിൽ കാറും ഒക്കെ ഒന്നിച്ച് അങ്ങനെ ഞങ്ങൾ അവസാനം ഞാൻ അറസ്റ്റ് വരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു പിതാവിനോട്. പിതാവിനോട് അങ്ങനെ ജയിലിൽ പോയി. അന്നല്ല ജയിലിൽ പോയത് വേറെ സ്ഥലമാണ്, അത് വേറെയാണ്. അത് ഇവിടെ മറ്റേതാണ് 59 EMS വിമോചന സമരം. അന്ന് എനിക്ക് ഞാൻ 6 പഠിക്കുന്നു, 11 വയസ്സ്, 12 വയസ്സ്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കണില്ല. അപ്പോൾ എന്നെ പിടിച്ച അത് സമരം ബാലനായിരുന്നപ്പോൾ തന്നെ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജയിലിൽ പോയി കിടന്നു, 15 ദിവസം കിടന്നുണ്ട്. അന്ന് തന്നെ ഒരു തീ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഇപ്പോൾ പോകുമ്പോൾ അപ്പം ഞാൻ നടുക്കലാണ് നിൽക്കണേ. എൻ്റെ അപ്പുറത്തും 2 ചേട്ടന്മാരെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് 15 വയസ്സുണ്ട്. എനിക്ക് 12 വയസ്സുള്ളൂ. 3 വയസ്സ് അവർ 3 പേരും തേറമടങ്ങൾ തന്നെയാണ്. ഇത് തേറമണന്ന് പോയിട്ട് അവസാനിപ്പിച്ച് പോന്നോളൂ കേട്ടോ. അത് അവർ മന്ത്രിസഭ ഇറക്കിയിട്ടേ വരാൻ. അപ്പം ഞാൻ പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റു, വലിയ ഗമയില് പറഞ്ഞു. എന്നിട്ട് ഇവിടെ സ്കൂളിൽ പഠിക്കൽ കയറി നിന്നിട്ട് സമരം ചെയ്യുമ്പോൾ ഈ പോലീസ് വണ്ടിയുടെ ആനവണ്ടി വന്നു. ആനവണ്ടി എന്ന് വെച്ചാൽ ഇവിടെ KSRTC വന്നിട്ട് അങ്ങനെ ഞങ്ങളെ ഇറങ്ങാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഇതൊന്നും മനസ്സിലാവില്ല നമുക്ക്, 15 വയസ്സല്ലോ. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ചേട്ടന്മാരും മറ്റവരൊക്കെ പറഞ്ഞു അങ്ങനെ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഞങ്ങളൊക്കെ ബസ്സിൽ കയറ്റി. അവരുടെ ബസ്സിൽ കയറ്റിയപ്പോൾ അവരെല്ലാവരും ഞങ്ങളെയൊക്കെ എന്നെ പിടിച്ച് അവരുടെ മടിയിലിരുത്തി, പോലീസുകാരുടെ മടിയിലിരുത്തി കപ്പലണ്ടിയും മിഠായിയൊക്കെ തന്ന്. അവർക്ക് വിരോധമൊന്നുമില്ല, നല്ല സ്നേഹമാണ്. അങ്ങനെ ഒരു സമരം, അതാണ് വിമോചന സമരം. അത് അവസാനിച്ചിട്ട് തന്നെ പോകുന്നുള്ളൂ. ഇത് പിന്നെ വഴിക്ക് വേണ്ടിയിട്ട് ഇത് വഴിക്ക് വേണ്ടിയിട്ട് അത് ഞാൻ ചോദിച്ചു. എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് വരിക്കാൻ വേണ്ടി അപ്പം കുണ്ടൂടം ഇതാ പറയുന്നത് അറിയാമോ, ആണുങ്ങൾക്കുള്ളത് തന്നെയാണ് ഈ ജയിലും അറസ്റ്റൊക്കെ. അങ്ങോട്ട് പൊക്കാം അങ്ങോട്ട് എന്താ പറഞ്ഞത്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകണമെന്ന് പറഞ്ഞു. ആണുങ്ങൾ പറഞ്ഞ വാക്കാണ്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജയിലും അറസ്റ്റൊക്കെ, പൊക്കാണ്. പക്ഷെ അവർ അറസ്റ്റ് ചെയ്തിങ്ങനെ എന്നെ കൊണ്ടുപോയില്ല. വേറെ അറസ്റ്റ് എന്നിട്ട് അന്ന് അത് ഈ റോഡ് തന്നെ റോഡ് അവിടെ വിധിൻ ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ടാറിങ് നടത്തി സമരം നടത്തിയിട്ട്. അതാണ് എൻ്റെ സംഭവ ബഹുലമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ ചെറിയ പ്രകാശത്തിലായിരുന്ന കുടുംബങ്ങൾക്ക് വലിയൊരു പ്രകാശം കിട്ടി. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് വലിയൊരു പാത സമ്മാനിച്ചു. അതേപോലെ തന്നെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കി കൊടുക്കുന്നു. പറയുന്നത് സേവനത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കർത്താവ് അച്ഛനെ കൈപിടിച്ച് നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മണ്ണിനോടും അതേപോലെ തന്നെ കർഷകരോടും അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നതിനോടും അതേപോലെ നമ്മുടെ പരിസ്ഥിതി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനോടൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുകൾ സഭയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വരേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പം അച്ഛന് അത്തരത്തിലുള്ള ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ചിന്തകൾ, കൃഷി, അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞ്. കൃഷി, ഞാനൊരു കർഷകൻ്റെ മകനാണെന്ന് അറിയാമല്ലോ. കൃഷി ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിച്ച് അതിനുള്ളൊരു ഇത് തന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞത്. പിന്നെ ഇവിടെ ആയിരിക്കുമ്പോഴും ഞാൻ ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൈ നോക്കിയാലറിയാം, തായ്മൊക്കെ നോക്കിയാലറിയാം. കൈ നോക്കിയാൽ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു 60 ചേന വെച്ചിട്ടുണ്ടായിരുന്നു, 60 ചേന. അങ്ങനെ കൃഷിയുടെ കാര്യത്തിൽ ഞാൻ തെങ്ങൻ തോട്ടം അല്ലേ, അതൊരു ഇടവകയിൽ ചെയ്ത പരിപാടിയാണ്, എരുമപ്പെട്ടി ഇടവകയിൽ. അത് 203 തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൊള്ളി, കപ്പ. അപ്പം എന്താണേലും അല്ലേ, അധ്വാനത്തിൻ്റെ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത്. വർക്ക് ഈസ് എ ബ്ലെസ്സിങ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അല്ലേ, അപ്പോൾ നല്ലൊരു കാഴ്ചപ്പാടും ദൈവവിശ്വാസവും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. തമ്പുരാൻ നമ്മോട് കൂടെ നിൽക്കും ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൈയായിട്ട് അല്ലെ, കണ്ണായിട്ട്, കാതായിട്ട്, കാലായിട്ട് ഒക്കെ ഈ ഒരു വർത്തമാന കാലത്തിൽ അച്ഛൻ ഒരു ചെറുപ്പക്കാരേക്കാൾ ശക്തിയുള്ളവനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ വലിയ അനുഭവങ്ങളിലൂടെ ഇനിയും ധാരാളം നന്മകൾ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ഈ മാനവ സമൂഹത്തിനുണ്ടാകട്ടെ. അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട്
വലിയ നന്ദിയോടുകൂടി അച്ഛാ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. നിത്യപുരോഹിതനീശോയേ, നിന്തിരുദൗത്യം തുടരാനായി ദൈവാത്മാവിൻ അഭിഷേകം കൈക്കൊണ്ടവരെ കാത്തിടണേ. അജപാലകരാം വൈദികരിൽ ജീവിതശുദ്ധി നിറയ്ക്കണമേ. ബലിയേകാൻ ബലിയായിടാൻ നവചൈതന്യം നൽകണമേ. നിത്യപുരോഹിതനീശോയേ, നിൻ തിരുദൗത്യം തുടരാനായി